നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത് ആര്യ. ഏറ്റവും വേദനാജനകമായ ഒരു കാലത്തിലൂടെയാണ്, സമയത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. ഇന്നലെ രാത്രി ഡൽഹിയിലുണ്ടായ ചാവേർ സ്ഫോടനം 8 ജീവനുകൾ അപഹരിച്ചു. ചാവേറായി വന്ന വ്യക്തിയും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇയാളെ ഇതുവരെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടില്ല, ചില ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും നിരപരാധികളായ 8 മനുഷ്യർ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ആശുപത്രിയിലുള്ള 3-4 പേരുടെ നില വളരെ ഗുരുതരമാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാത്ത, അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു സംഭവം കൂടി നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് ഒരു പക്ഷേ നമ്മൾ കനത്ത തിരിച്ചടിയൊക്കെ നൽകും, അത് മറ്റൊരു കാര്യം. ഈ പഹൽഗാമിൽ ഉണ്ടായതുപോലെ ഒരു കൂട്ടക്കൊല, അതാണ് ഡൽഹിയിലും അരങ്ങേറിയിരിക്കുന്നത്. ചാന്ദിനി ചൗക്കിലെ മാർക്കറ്റ് ഒന്നടങ്കം, ഒരു വലിയ മാർക്കറ്റ്, ജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുന്ന ഒരു മാർക്കറ്റ്, അത് രാത്രി സമയത്ത് ഒരു വലിയ സ്ഫോടനത്തോടെ പൊട്ടിത്തെറിപ്പിക്കാനായിരുന്നു ചാവേറുകളുടെ പദ്ധതി. ഈ ഭീകരാക്രമണത്തിലൂടെ അനേകം പേരുടെ ജീവൻ അപഹരിക്കുക, അതിനുവേണ്ടി IED സ്ഫോടനമാണ് ഒരുക്കിയത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല, കാരണം നിരവധി സാങ്കേതികമായ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. നമ്മൾ നൽകുന്ന വാർത്തയിൽ എന്തെങ്കിലും പിഴവുണ്ടായാൽ അത് ഗുരുതരമായ തെറ്റായി മാറും. അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും പോലീസും ATSും അതുപോലെ തന്നെ NIAയും നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനവും ഒക്കെ ചേർന്ന് പുറത്ത് വിടട്ടെ, വാർത്തകൾ കൂടുതലായിട്ട് പുറത്ത് വരട്ടെ. നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞല്ലോ, കൃത്യമായ ഇതിൻ്റെ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കും എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, അമിത്ഷാ. നമുക്കത് വിശ്വസിക്കാം, നമുക്ക് കാത്തിരിക്കാം, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. ലഭ്യമായ വിവരങ്ങൾ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാം. ഇത് ഒരു IS ആസൂത്രിത ശ്രമമാണോ എന്ന് സംശയിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം, അതായത് ശരിക്കു പറഞ്ഞാൽ നവംബർ 7-ാം തീയതി ഗുജറാത്തിൽ നിന്ന് ഒരു ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടറെ അറസ്റ്റ് ചെയ്തു. ആ ഡോക്ടർ അവിടെ കടുത്ത, അതായത് അനേകം പേരെ കൊല്ലാനുള്ള മാരകമായ വിഷക്കൂട്ട് തയ്യാറാക്കി കാറിൽ കൊണ്ടുവരികയായിരുന്നു. ഒപ്പം ആയുധങ്ങളും ഉണ്ടായിരുന്നു. ആ ഡോക്ടറെയും സഹായികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അത് ഗുജറാത്ത് ATSനോട് നന്ദി പറയണം. DIG സുനിൽ ജോഷി അതിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം അതൊക്കെ നമ്മൾ ചെയ്ത വാർത്തയാണ്. അതിപ്പോഴും വലിയ രീതിയിൽ തന്നെ പ്രേക്ഷകർ അതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതല്ല എൻ്റെ വിഷയം. തുടർന്ന് ഫരീദാബാദിൽ അറസ്റ്റ് നടന്നു. ഹരിയാനയിലെ ഫരീദാബാദിൽ ഒരു ഡോക്ടർ മുസാമിൽ ഷക്കീൽ എന്ന് പറയുന്ന ഒരാളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 35 വയസ്സാണ് പ്രായം. ഇയാൾ ഒരു ഫിസിഷ്യനാണ്. പുൽവാമ, ജമ്മു കാശ്മീരിലെ പുൽവാമ സ്വദേശിയാണ്. ഇയാൾ അൽ ഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്, അവിടുത്തെ ടീച്ചിങ് സ്റ്റാഫാണ്. ഈ ഡോക്ടറെ എന്തിന് അറസ്റ്റ് ചെയ്തു എന്നുകൂടി നമ്മൾ അറിയണം. വലിയ രീതിയിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് 8 മാസം മുമ്പ് 2 വീടുകൾ വാടകയ്ക്കെടുത്ത് ഒരു വീട്ടിൽ സ്ഫോടക വസ്തു ശേഖരിച്ചു. 350 കിലോ. ഈ 350 കിലോ സ്ഫോടക വസ്തുക്കളുമായിട്ടാണ് ഈ ഡോക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇത് ഒരു സംയുക്ത നീക്കമായിരുന്നു. ഈ അറസ്റ്റ് ചെയ്ത് ഡോക്ടർ ഷക്കീൽ അറസ്റ്റ് ചെയ്തതിന് പുറകെ ഇദ്ദേഹം വാടകയ്ക്കെടുത്തിരുന്ന വീട് കൂടി പരിശോധിച്ചു. അവിടെ നിന്ന് ഏതാണ്ട് 2500 കിലോ സ്ഫോടക വസ്തു ലഭിച്ചു. അമോണിയം നൈട്രേറ്റ് ലഭിച്ചു എന്നാണ് വിവരം. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അന്വേഷണ ഏജൻസികൾ. NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ രംഗത്തുണ്ട്, വിശദമായിട്ട് അന്വേഷിച്ചു വരികയാണ്. ഇതിൻ്റെ തൊട്ടു പുറകെ കൃത്യമായിട്ടും ഉത്തർപ്രദേശിൽ നിന്നാണ് ഒരു വനിതാ ഡോക്ടർ അറസ്റ്റിലായി. ഡോക്ടർ ഷഹീൻ എന്നാണ് അവരുടെ പേര്. അവരുടെ സ്വിഫ്റ്റ് ഡിസയർ കാറിൽ നിന്നും ഒരു AK-47 റൈഫിളാണ് പിടികൂടിയത്. നമ്മുടെ ഇവിടെ ഫരീദാബാദിൽ അറസ്റ്റിലായ ഡോക്ടർ ഷക്കീലുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ 2 പേരെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ഇതുവരെ പുറത്തുവിട്ട, ദേശീയ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തയാണ്. ഞാൻ അതിലേക്ക് പോകാം. അതായത് ഈ 2 പേരും ജെയ്ഷെ മുഹമ്മദ്, JEM, നമുക്കറിയാം അത് പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന, കാശ്മീരിനെ മോചിപ്പിക്കാൻ വേണ്ടി, കാശ്മീരിനെ അടർത്തി മാറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന, രക്തപ്പുഴ ഒഴുക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ജെയ്ഷെ ഇ മുഹമ്മദ് എന്ന് പറയുന്ന ആ സംഘടന. അതുപോലെ അൻസാർ
ഗസ്വാത്ത് ഉൽ ഹിന്ദ്, അൻസാർ ഗസ്വാത്ത് ഉൽ ഹിന്ദ് AGUH എന്ന് പറയുന്ന ഈ 2 സംഘടനകളിലെ പ്രവർത്തകരാണ്, 2 ഭീകര സംഘടനകളുമായിട്ട് ബന്ധമുള്ള സജീവ പ്രവർത്തകരാണ് ഡോക്ടർ ഷക്കീലും ഡോക്ടർ ഷഹീനും. ഈ ഡോക്ടർ ഷഹീൻ്റെ പ്രായം രേഖപ്പെടുത്തിയിട്ടില്ല, ചെറുപ്പക്കാരിയാണ് എന്ന് പറയുന്നു. എന്തായാലും ഇവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവർക്ക് എവിടുന്ന് ഈ തോക്ക് കിട്ടി, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതാണ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഗുജറാത്ത് ATS നവംബർ 7 അറസ്റ്റ് ചെയ്ത ഡോക്ടറും അയാളോടൊപ്പം 2 പേർ പിടിയിലായിട്ടുണ്ട്. ഈ 2 പേർ ഉത്തർപ്രദേശ് സ്വദേശികളാണ്. ഈ ഡോക്ടർ ഹൈദരാബാദ് സ്വദേശിയാണ്. ചൈനയിൽ പോയാണ് MBBS പഠിച്ചത്. ചൈനയിൽ നിന്ന് മടങ്ങിയെത്തി ആണ് ഈ വിഷക്കൂട്ട്. ഇയാൾ ശരിക്കും അതൊരു രാസായുധമാണ്, രാസഭീകരത എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. അങ്ങനെ ചില മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. രാസഭീകരത ഇന്ത്യയിൽ ആരംഭിച്ചിരിക്കുന്നു. വലിയ തോതിൽ ആരാധനാലയങ്ങളിലെ പ്രസാദങ്ങളിൽ ഈ വിഷക്കൂട്ട് കലർത്തി നൽകി, രഹസ്യമായിട്ട് കലർത്തി നൽകി ആയിരക്കണക്കിന് മനുഷ്യരെ കൊല്ലാനായിരുന്നു പദ്ധതി. ആ പദ്ധതിയാണ് ഗുജറാത്ത് ATS പൊളിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച വാർത്ത നമുക്ക് ലഭിച്ചിരുന്നെങ്കിലും നമ്മളത് ഈ വിവരം പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്നില്ല. കാരണം സ്ഥിരീകരിക്കാത്തൊരു വാർത്തയായിരുന്നു. ഈ ആരാധനാലയങ്ങളിലെ പ്രസാദം, അവിടെ നിന്ന് നൽകുന്ന പ്രസാദം, അന്നദാനം പോലെയുള്ള കാര്യങ്ങളിൽ ഇത് കലർത്തി, ഈ വിഷക്കൂട്ട് കലർത്തി, ഈ ആവണക്കെണ്ണയുടെ ചണ്ടി, അതിൽ നിന്നെടുക്കുന്ന ആവണക്കെണ്ണ എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ചണ്ടി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു രാസായുധം ആണ്, രാസവിഷക്കൂട്ടാണ് ഇത്. അത് ഉപയോഗിച്ച് ആയിരക്കണക്കിന് മനുഷ്യരെ കൊല്ലാനായിരുന്നു നീക്കം. എന്തായാലും അത് പൊളിച്ചു. പക്ഷേ അതിനോടൊപ്പം നമുക്ക് ലഭിച്ച മറ്റൊരു വിവരം കൂടി ഞാൻ പറയാം. ഈ ഡോക്ടർക്ക് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ വഴി ഇന്ത്യൻ അതിർത്തി കടത്തി ആയുധങ്ങൾ വന്നിരുന്നു. ഈ ആയുധങ്ങൾ ഈ ഉത്തർപ്രദേശിൽ നിന്നുള്ള 2 ചെറുപ്പക്കാരാണ് ശേഖരിച്ച് ഈ ഡോക്ടർക്ക് കൈമാറിയത്. ആ ആയുധങ്ങളോടൊപ്പം, അതിൽ ചില ആയുധങ്ങളോടൊപ്പമാണ് ഡോക്ടർ പിടിയിലായത്. ഈ ഡോക്ടറിന് കൃത്യമായിട്ട് IS, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ട് എന്ന വിവരമാണ് അന്വേഷണ വൃത്തങ്ങൾ, അതായത് DIG സുനിൽ ജോഷി, ഗുജറാത്ത് ATSൻ്റെ DIG സുനിൽ ജോഷി തന്നെ പങ്കുവച്ചത്. ഈ ഡോക്ടർക്ക് IS, ഇതൊരു IS മോഡ്യൂളാണ്, ISൻ്റെ സ്ലീപ്പർ സെല്ലാണ്. ഈ സ്ലീപ്പർ സെല്ല് ആക്റ്റീവായിരിക്കുന്നു. ഇനി എത്രയൊക്കെ സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് വിശദമായിട്ട് ചോദ്യം ചെയ്തു വരുന്നു. ആ നടപടി പുരോഗമിക്കുമ്പോഴാണ് ഫരീദാബാദിൽ നിന്ന് ഡോക്ടർ ഷക്കീലും അതുപോലെ കാറിൽ നിന്ന് ഈ ഡോക്ടർ ഷഹീനും അറസ്റ്റിലാകുന്നത്. ഫരീദാബാദിൽ നിന്ന് ലഭിച്ചത് അത്യന്തം മാരകശേഷിയുള്ള സ്ഫോടക വസ്തുവാണെങ്കിൽ ഈ വനിതാ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ലഭിച്ചത് AK-47 ആണ്. എന്തായാലും ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഈ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ, നമ്മുടെ രാജ്യത്തിൻ്റെ നേട്ടങ്ങൾ ഇല്ലാതാക്കാൻ, നമ്മുടെ രാജ്യത്തെ തന്നെ അട്ടിമറിക്കാൻ, ഇവിടെ വലിയ കലാപം സൃഷ്ടിക്കാൻ, ഒരു ഹിന്ദു മുസ്ലിം ലഹള രാജ്യമെങ്ങും പടർത്താൻ വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായി ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അറിയാം. കുറേ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് നമുക്കറിയാം. അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ ആയിട്ട് നമ്മുടെ രാജ്യത്ത് കണ്ടത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഓപ്പറേഷൻ സിന്ദൂർ 2 ഇന്ത്യ ആരംഭിക്കും എന്ന് വ്യക്തമാണ്. നിർത്തിവെച്ച അന്നേ നമ്മൾ പറഞ്ഞു, പ്രധാനമന്ത്രി പറഞ്ഞു, പ്രതിരോധ മന്ത്രി പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ താൽക്കാലികമായി വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മളൊരു കാരണവശാലും ഓപ്പറേഷൻ സിന്ദൂരിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ഇനിയും ഏതെങ്കിലും വിധത്തിൽ ഭീകരാക്രമണം ആര് നടത്തിയാലും, അത് ഏത് രാഷ്ട്രം നടത്തിയാലും ഏത് സംഘടന നടത്തിയാലും ശരി, തക്കതായ തിരിച്ചടി. ഇന്ത്യയിലെ ഓരോ ജീവനും വിലപ്പെട്ടതാണ്, ഓരോ പൗരൻ്റെയും ജീവനും ചോരയ്ക്കും ഞങ്ങൾ കണക്ക് ചോദിച്ചിരിക്കും എന്ന് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമൊക്കെ നമ്മളോട് പറയാതെ പറഞ്ഞിരുന്നു. ആ പറയാതെ പറഞ്ഞ വാക്കുകൾ സത്യമായി തീരും. ഓപ്പറേഷൻ സിന്ദൂർ 2 എത്രയും പെട്ടെന്ന് ഇന്ത്യൻ സേന പുനരാരംഭിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇതൊരു IS ഭീകരാക്രമണമായിട്ടാണ് ഇതുവരെയുള്ള വിവരങ്ങൾ നൽകുന്ന സൂചന. അതിൻ്റെ ചുവട് പിടിച്ച് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി സ്ഥലം സന്ദർശിച്ചു. അതുപോലെ തൊട്ട് പുറകെ അനേകം ഉദ്യോഗസ്ഥർ, മികച്ച ഉദ്യോഗസ്ഥർ ഒക്കെ സ്ഥലം സന്ദർശിച്ച് ഫോറൻസിക് വിവരങ്ങൾ ശേഖരിക്കുന്നു. കൂട്ടായ പ്രവർത്തനം, സൈബർ
സൈബർ ഫോറൻസിക് ഉൾപ്പെടെയുള്ളവരുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. ഒരാൾ അറസ്റ്റിലായതായിട്ടും സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. ഈ സ്ഫോടനം നടന്ന കാറിൽ നിന്ന് പുറത്തിറങ്ങിയ കറുത്ത മാസ്ക് ധരിച്ച ഒരാൾ അറസ്റ്റിലായി എന്നും സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ, നമ്മുടെ രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികൾ ഏതു തന്നെയായാലും അവർക്ക് ഉചിതമായ മറുപടി അത് കൃത്യമായിട്ടൊരു പക്ഷേ ബുള്ളറ്റ് കൊണ്ടായിരിക്കും നൽകുക നമ്മുടെ സൈന്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മരിച്ചുപോയ ഈ 8 പേർക്ക്, ഗുരുതരമായി ആരോഗ്യ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് ആശുപത്രിയിൽ കഴിയുന്ന ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റവർക്ക് ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. നമുക്ക് കാത്തിരിക്കാം എന്താണ് പുതിയ വാർത്തകൾ എന്നതിലേക്ക്.